അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു. ഹാദിയുടെ അവസ്ഥ ശരിക്കും സഫീറിന് മനസ്സിലായിരുന്നു. അവനറിയാം, അവനെല്ലാം കണ്ടതാണ് അത് ആ കാഴ്ചകളെല്ലാം. എന്നാൽ അവന് തൻ്റെ ഉമ്മയോടും തൻ്റെ ജ്യേഷ്ഠനോടും ദേഷ്യമാണ് വന്നത്. കാരണം ഹാദിയ എന്ന് പറഞ്ഞ പാവം പെൺകുട്ടി, അവൾ ഒത്തിരി കഷ്ടപ്പെട്ടിട്ടുണ്ട്, എനിക്ക് നന്നായിട്ടറിയാം. അതെ, കല്യാണം കഴിഞ്ഞ ആദ്യ ദിവസം തന്നെ അവൾ വിതമ്പുന്ന, അത് വിഷമിക്കുന്ന അവസ്ഥ ഞാൻ കണ്ടതാണ് എൻ്റെ കണ്ണുകൊണ്ട്. അതുകൊണ്ട് അവളുടെ ജീവിതം എങ്ങനെയെങ്കിലും രക്ഷിച്ചേ മതിയാവോ. അവൾ ഒരിക്കലും രോഗത്തിന് വിട്ടുകൊടുക്കാൻ പാടില്ല. അതെ, അവൾ ആകെ ടെൻഷനിലാണ്. എന്നാൽ ആ നിമിഷം തന്നെ ഉമ്മയോടും ഉപ്പയോടും കാര്യം പറയുകയാണ്. ഉമ്മ, ഉപ്പ, മോനെ. അതെ, ഹാദിയ പെട്ടെന്ന് ഹാദിയ നമുക്ക് കൊണ്ടുപോകണം ഒരു ഹോസ്പിറ്റലിലേക്ക്. എൻ്റെ ഒരു കൂട്ടുകാരനുണ്ട്, അവനോട് എനിക്ക് കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട്, അല്ലെങ്കിൽ അവൾക്ക് തീർച്ചയായും അവളുടെ ജീവിതത്തിൽ വന്ന ആ ഒരു വിഷമം, ബുദ്ധിമുട്ട് അവളുടെ മനസ്സിലേക്ക് അങ്ങോട്ട് കയറിക്കഴിഞ്ഞാണ്. ഒരുപാട് വിഷമിച്ചതാണ് അവൾ അതിൽ നിന്ന് രക്ഷിക്കണം. അതിന് പെട്ടെന്ന് നമുക്കൊരു ഡോക്ടറുടെ സഹായം അത് അത്യാവശ്യമാണ്. അല്ലാതെ നമ്മൾ വീട്ടിലിരുത്തി കഴിഞ്ഞാൽ റെഡിയാവില്ല. അത് മോനെ, ഉമ്മ നിങ്ങൾ വിചാരിച്ചാൽ അത്. ഉപ്പയും പറഞ്ഞു, അതെ മോനെ, എൻ്റെ കുട്ടിക്ക് ഒന്നും വരാൻ പാടില്ല. എന്നാൽ സഫീർ തന്നെ അതിന് നേതൃത്വം നൽകുകയാണ്. നേരെ തൻ്റെ ഡോക്ടർ അദ്ദേഹത്തെ സമീപിക്കുന്നു. ഡോക്ടറും ഒരു കൗൺസിലറും കൂടിയായ തൻ്റെ കൂട്ടുകാരൻ അവിടെ കൊണ്ടുപോയാൽ തീർച്ചയായും ഹാദിയക്ക് പഴയ രീതിയിലുള്ള ഉഷാറെല്ലാം തിരിച്ചു കിട്ടും. അവൾ ജീവിതത്തിലേക്ക് തിരിച്ചു വരും എന്നുള്ളത് അതുറപ്പാണ്. തൻ്റെ ഡോക്ടറായ തൻ്റെ കൂട്ടുകാരനോട് അപ്പോൾ തന്നെ വിളിച്ച കാര്യങ്ങൾ പറയുന്നു. ഡോക്ടറെ, എൻ്റെ ഒരു ഫ്രണ്ട് എന്നാണ് പറഞ്ഞത്, അവൾക്ക് ചെറിയൊരു രീതിയിലുള്ള ടെൻഷന് കാര്യങ്ങളായിട്ട് കുറച്ച് പ്രയാസത്തിലാണ്. അതിനെന്താ സഫീർ, നീ കൊണ്ടുവരൂ. അങ്ങനെ ഏതാ അവർ സഫീറും ഉമ്മയും ഉപ്പയുമെല്ലാം അങ്ങോട്ട് പോകുന്നു. അതെ, ഹാദിയ ആദ്യമൊന്നും പോകാൻ കൂട്ടാക്കിയില്ല. ഞാനില്ല, എങ്ങോട്ട് എന്നെ കൊണ്ടുപോകുന്നത്, ഞാനില്ല ഉമ്മ, എനിക്ക് മടുത്തു, എനിക്ക് കഴിയൂല, ഞാൻ ഇല്ല. മോളെ, നമുക്ക് വെറുതെ ഒന്ന് ഡോക്ടറെ അടുത്ത് പോയി വരിക. ഉമ്മ, എനിക്ക് അസുഖമൊന്നുമില്ലല്ലോ, എൻ്റെ മനസ്സൊക്കെ ടെൻഷൻ കൂടിയിട്ട് എന്തൊക്കെ എനിക്ക് മിണ്ടാൻ കഴിയാത്തതാണ്. മോളെ, മോൾക്ക് അസുഖം ഉണ്ട് എന്നല്ല പറഞ്ഞത്, മോളുടെ മാനസിക നില ഒന്ന് ശരിയാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് പൊന്നു മോളെ. ഉമ്മാൻ്റെ പൊന്നു മോള് ഒന്നും വിചാരിക്കല്ലേ, ഉമ്മാൻ്റെ കുട്ടിക്ക് ഒന്നുമില്ല. എന്നാൽ പെട്ടെന്ന് വലിയ മോൾ അങ്ങോട്ട് വിളിച്ചത്. ഉമ്മ ഫോൺ എടുത്ത്, ഹലോ. ആ ഉമ്മ, എന്തായി ഹാദിയ? അപ്പം സമാധാനമായില്ലല്ലേ? ഓൾക്ക് ഓൻ്റെ അടുത്ത് നിന്ന് വന്നപ്പോൾ അല്ലേ ഇപ്പോൾ ഓൻ്റെ അടുത്ത് അങ്ങ് പിടിച്ച് നിന്നൂടായിരുന്നമ്മ. എന്താണ് പോൻ ചെയ്ത് തെറ്റ്? ചെറിയ കാര്യത്തിനൊക്കെ ഇങ്ങനെ വാശി പിടിച്ച് പോരാൻ നിൽക്കല. എൻ്റെ പൊന്നു മോളെയൊന്ന് ആലോചിച്ച് നോക്ക്. വന്നിരുന്നു ജസീർ എൻ്റെ ഹസ്ബൻഡിൻ്റെ അടുത്തേക്ക്. എന്നിട്ട് എന്താ പറഞ്ഞത്? എന്താ പറയാനേ, ഓളെ സ്വഭാവമോശം പറഞ്ഞത്, അല്ലാതെ എന്നാൽ അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? അളിയനെ നല്ല സങ്കടമായിക്കണം ഓളങ്ങനെ കാട്ടിയിൽ. എന്തായാലും വിശ്വസിച്ച് ഇവ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഓൾക്ക് എന്തെങ്കിലുമൊക്കെ മനസ്സിലുണ്ടാവുമ്മ, അല്ലാതെ ജസീറിൻ്റെ അടുത്ത് മോശം സ്വഭാവമൊന്നും ഉണ്ടായിട്ടൊന്നുമല്ല. എൻ്റെ പൊന്നാര മോളെ, ഇനി അതിനെക്കുറിച്ച് പറയില്ലേ. ഓൾക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ല, ഞങ്ങളൊന്ന് ഡോക്ടറെ അടുത്ത് ഏതെങ്കിലും പോട്ടെ. ഓളും അഭിനയിക്കുകയാണ്, നിങ്ങൾക്ക് അറിയില്ല ഓൾ അഭിനയം. ഓള് മാനസിക രോഗിയായിട്ടും അങ്ങനെയൊക്കെ ഓൾ അഭിനയിക്കും. എന്താ ഓള് സാധനം എന്നോ, അവനിൽ നിന്ന് വേർപ്പിടാൻ വേണ്ടിയിട്ടാണ്. മോളെ, ഇനി ഏതായാലും ഓൾ അങ്ങോട്ട് പറഞ്ഞേക്കണില്ല. ഉമ്മ, നിങ്ങളെന്ത് പൊട്ടത്തിരി പറഞ്ഞേച്ചാളിമ്മ. നിങ്ങളെന്ത് ഓളെന്തേ പറയണ്ട വിചാരിച്ചിട്ട് നിങ്ങൾ ഓളങ്ങൾ തലയിൽ കയറ്റി വെക്കും. അല്ലെങ്കിൽ ചെറിയ കുട്ടി കിള്ളക്കുട്ടിയാന്നുള്ളൊരു ചിന്തയാണ്. അത്ര തലയിൽ വെക്കാൻ പാടില്ല. ആരും പാകത്തിന് തന്നെ പറ്റുള്ളൂ. നിങ്ങളോളെ ഹാദി എന്ന് വിളിച്ചിട്ട് ഓൾക്ക് വേണ്ടതെല്ലാം വാങ്ങിക്കൊടുത്ത് എന്തോ ഒരു സ്വാതന്ത്ര്യമാണ് ഓൾക്ക് അവിടെ. ഞങ്ങളോടും നിങ്ങൾക്ക് അത്ര ഇതില്ലായിരുന്നു. പൊന്നും മോളെ, എല്ലാ മക്കളെയും ഒരുപോലെ തന്നെയായിരുന്നു. പിന്നെ നിങ്ങളൊക്കെ ഇഷ്ടത്തിന് പോയോരല്ലേ? നിങ്ങളെ ഇഷ്ടത്തിന് പോയതാണ് അല്ലേ? അതെ, നിങ്ങൾക്കുള്ള ഓരോ പുതിയാപ്പിളാരെ നിങ്ങൾ കണ്ടുപിടിച്ച് നിങ്ങളങ്ങോട്ട് പോയി. അതുകൊണ്ട് തന്നെ നിങ്ങളെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ സഹിക്കുക. ഹാദി ഓൾ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല, ഞങ്ങളായിട്ട് കണ്ടെത്തിയത് തന്നെ. ഇതിപ്പോൾ എന്തായി നിങ്ങൾ കണ്ടെത്തിയത്? മോളെ, ഈ ഓരോന്ന് പറയല്ലേ, ഞാൻ കുട്ടീനെ ഇടങ്ങാറാക്കല്ലേ. ഉമ്മ, ഞാൻ ഇടങ്ങാറാക്കല്ല. എൻ്റെ ഇക്കാക്ക് എന്നോട് നല്ലോണം പറയുന്നുണ്ട് ഓളെക്കുറിച്ച്. ഹാദിയ നല്ല സാധനം തന്നെയാണ്, അങ്ങനെയാണ്. ഇങ്ങനെങ്കിലൊക്കെ പിടിച്ച് നിൽക്കല്ലേ വേണ്ടത്. അതെ, കുറച്ചൊക്കെ ക്ഷമ വേണം പെണ്ണുങ്ങൾക്ക്. ഇത് ക്ഷമയില്ലാതെ അവിടെ ഇങ്ങനെ നിന്നിട്ട് ഇപ്പോൾ കിട്ടി. ലാസ്റ്റ് ഓൾ ഇവിടെ എത്തി അല്ലേ? ഓളായിട്ട് തന്നെ പോന്നാണ് അവിടുന്ന്.
ജസീർ ഞങ്ങളോട് പറഞ്ഞു അവൾ എൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടതാണെന്ന്. അവൾക്ക് പോണം എന്നുള്ള ചിന്തയായിരുന്നു. പിന്നെ എന്നെ തല്ലാൻ വരെ തുടങ്ങി എന്നുള്ള രീതിയിലാണ് ഓൻ പറഞ്ഞത്. ഓൻ പാവണോ നല്ല ആളാണ്, എന്തോ ഒരു നല്ല സ്വഭാവത്തിൻ്റെ ഉടമയാണ്. ഇതൊന്നും മുണ്ടാതിന്നാ ഇനി വെച്ചാളാ, ഇനി ഇതിനെക്കുറിച്ച് പറയണേ വിളിക്കണമെന്നില്ല. ആ ആയിക്കോട്ടെ, ഇങ്ങൾക്കിപ്പോൾ ഞാൻ വിളിച്ചപ്പോൾ വലിയ ഇതായിട്ടുണ്ടാവും. ഉമ്മ എന്തൊക്കെ തന്നെയല്ല, സ്വന്തം ഉമ്മയും ബാപ്പയൊക്കെ തന്നെയാണ് നിങ്ങൾ. പക്ഷെ നിങ്ങളെക്കാളും ഞങ്ങൾക്ക് ഉപകാരം അത് ജസീർ തന്നെയാണ്. ഓൻ ഞങ്ങൾക്ക് നല്ല രീതിയിൽ തരുന്നുണ്ട്. വെറുതെ അല്ല എനിക്ക് ഓനോടൊരിത്. എൻ്റെ അനിയത്തിൻ്റെ ജീവിതം എങ്ങനെയെന്ന് ചിന്തിച്ചിട്ടില്ല. നിങ്ങൾക്ക് കുറച്ച് പണം കിട്ടിയപ്പോൾ പണം തന്നോരായിട്ടായി ബന്ധം. ആയിക്കോട്ടെ മോളെ, സാരമില്ല. എന്നാൽ എൻ്റെ മോളെ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാക്കാൻ പറ്റൂല. ഓളെ നല്ല രീതിയിൽ തന്നെ ഞങ്ങൾക്ക് ഓളെ വളർത്തണം. അതെ, ഞങ്ങൾക്ക് അവളെ നല്ല രീതിയിൽ തന്നെ കല്യാണം കഴിപ്പിച്ചും പറഞ്ഞേക്കണം. ഇനി എങ്ങോട്ടാന്നാവും അറിയില്ല. ഓൾ എങ്ങോട്ടാ പറയണത് അവിടേക്ക് ആക്കുള്ളൂ. ഇനി ഓളോളം ഇഷ്ടം പോലെ എന്താ ചെയ്യാം. എന്നാൽ ഈ സമയം ഉപ്പ, അതേ എന്തായി മാറ്റിൽ നിന്ന് കഴിഞ്ഞില്ലേ? ഇക്ക, എൻ്റെ പൊന്നാര ഖദീജ, ആ ഫോണൊന്ന് ഇവിടെ വെച്ചാളാ, ഇനിയിപ്പോൾ വന്നിട്ട് സംസാരിക്കാം. ഓനേതെല്ലാം കാത്തു നിൽക്കല്ലേ. അങ്ങനെ അതാ ജസീറിൻ്റെ അനിയൻ സഫീർ അവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ വേണ്ടി നിൽക്കുകയാണ്. ഉമ്മ, ഞാൻ ഇല്ല ഉമ്മ, എന്തമ്മ, എനിക്കൊന്നുമില്ല. മോളെ നിനക്ക് നന്നായിട്ട് ടെൻഷൻ ഒന്ന് മാറാൻ വേണ്ടിയിട്ടാണ്. സഫീർ വണ്ടിയെടുത്തു. ആ ഉപ്പയും ഉമ്മയും അതാ അവർ പുറപ്പെടുന്നു. അവൾ ഒന്നും മിണ്ടുന്നില്ലായിരുന്നു. എന്നാൽ സഫീർ ചോദിച്ചു, ഇത്ത? അവൾ മിണ്ടിയില്ല. ഇത്ത? ഹാദി, മോളെ നിന്നെ വിളിക്കുന്നു കേട്ടില്ലേ? നീ വന്നത് സഫീറാണ്, നിൻ്റെ ഭർത്താവിൻ്റെ അനിയൻ. സഫീർ എന്നെ കൊണ്ടുപോകാൻ വന്നതാണോ? സഫീർ, ഞാനില്ല സഫീർ, പ്ലീസ് അങ്ങോട്ടിനി, എനിക്കിനി അവിടെ നിൽക്കാൻ കഴിയില്ല സഫീർ. അല്ലിത്ത, നമ്മളൊരു സ്ഥലത്തേക്ക് പോകണം, ഇപ്പം നമുക്ക് കഴിഞ്ഞ് തിരിച്ചു വരാം കേട്ടോ. സ്നേഹത്തോടെ സഫീറിൻ്റെ വാക്കുകൾ. അതെ, തനിക്ക് എല്ലാവരും തന്നെ ബുദ്ധിമുട്ടിക്കുന്ന അവസ്ഥയിൽ തനിക്ക് ആശ്വാസമായ സഫീറാണ് വന്നതെന്നുള്ള കാര്യം അവൾക്ക് മനസ്സിലായി തുടങ്ങുന്നു. അതെ, അവൾ പറയുന്നു, സഫീർ എന്തായി ജസീർക്കയുടെ കാര്യം? അതെ, അവരാഗ്രഹിച്ച ജീവിതം അവർക്ക് കിട്ടിയോ? എനിക്കറിയില്ല. എന്നെ വീട്ടിൽ നിന്ന് പുറത്താക്കുന്ന രീതിയിലാണ്. എനിക്ക് അവിടെ ഒന്നും സംസാരിക്കാൻ പറ്റില്ല. സംസാരിച്ചാൽ തന്നെ അവരെല്ലാവരും എൻ്റെ നേർക്ക് നിനക്ക് ഇവിടെ സംസാരിക്കാൻ അധികാരമില്ല അങ്ങനെയൊക്കെ പറഞ്ഞ് പ്രശ്നമാക്കുന്നു. അതുകൊണ്ട് എനിക്ക് അതിനെക്കുറിച്ച് ഒട്ടും അറിയാൻ താല്പര്യമില്ല, ഞാൻ ചോദിച്ചിട്ടുമില്ല. ഓ സഫീർ, ഞാൻ അങ്ങോട്ട് ഒരിക്കലും വരുന്നില്ല കേട്ടോ, എനിക്കാവില്ല, എനിക്ക് പേടിയാണ് ഇവിടെ. പേടിക്കണ്ട ഒന്നുകൊണ്ടും. അല്പസമയം കഴിഞ്ഞപ്പോൾ അതാ ഒരു വലിയ വീടിന് മുമ്പിലായിട്ടാണ് ആ ഒരു വാഹനം നിന്നത്. അതെ, ആ ഓട്ടോമാറ്റിക് ഗേറ്റ് പതുക്കെ അവരുടെ വാഹനത്തിന് ഡോർ തുറന്ന് കൊടുത്തു. കുറച്ച് ആളുകളുള്ളൂ, കൂടുതലായിട്ടും ഒരു ഡോക്ടറാണെന്ന് മനസ്സിലായി. പക്ഷേ ആളുകൾ കൂടുതൽ പേഷ്യൻസൊന്നും അങ്ങനെയില്ല, കുറച്ചുണ്ട്. അതിനി അവിടെ ഉള്ളതാണ് എന്താ അറിയില്ല. എന്തൊക്കെ തന്നെയാലും അതാ അവർ സഫീർ പെട്ടെന്ന് അങ്ങോട്ട് ഡോക്ടറുടെ റൂമിൻ്റെ അടുത്തേക്ക് ചെന്നു. സഫീർ വരൂ. എന്താ, എവിടെ നിൻ്റെ പേഷ്യൻ്റ്? അല്ല ഡോക്ടറെ, ഇവരെൻ്റെ പേഷ്യൻസ് അല്ല, പക്ഷേ അത്യാവശ്യമുള്ളവർക്ക് മാത്രം വേണ്ടിയിട്ട് ഞാൻ കൊടുത്തതാണ്. ഞാൻ ഹോസ്പിറ്റലിന് ഇന്ന് എനിക്ക് ഉച്ചയ്ക്ക് ശേഷം ലീവാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഉച്ചയ്ക്ക് ശേഷം ലീവ് എന്ന് വെച്ചാൽ എല്ലാവർക്കും അങ്ങനെ കൊടുക്കാറില്ല, അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രം. അപ്പോൾ നീ വിളിച്ചപ്പോൾ അതാണ് ഇങ്ങോട്ട് വരാൻ പറഞ്ഞത് ഞാൻ. കാരണം വീട്ടിലങ്ങനെ ചികിത്സ എനിക്ക് അത്ര നല്ലതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അപ്പോൾ അതിൻ്റേതായ എൻ്റെ ഹോസ്പിറ്റലിൽ ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് എന്തായാലും ഞാൻ ലീവ് എടുത്ത്, പിന്നെ കൂടുതൽ അങ്ങനെ നമ്മൾ മനസ്സിനങ്ങനെ ടെൻഷനുള്ളവരെ അങ്ങനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരുമ്പോൾ അവർ വിചാരിക്കും ഞാനൊരു മാനസിക രോഗിയാണോ, അല്ലെങ്കിൽ എനിക്ക് എന്താ അസുഖം എന്നൊക്കെ അവർക്ക് തന്നെ തോന്നിപ്പോകും. അങ്ങനെ എല്ലാ രീതിയിലല്ല നമ്മൾ കാണുന്നത്. ഡോക്ടറുടെ ആ ഒരു വാക്കുകൾ കേട്ട് സഫീർ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ ഇപ്പോൾ കൊണ്ടുവരാം. പേഷ്യൻ്റ് എന്ന് പറയണമെന്നല്ല കേട്ടോ, ജസ്റ്റ് ഒരു ടെൻഷൻ ഉണ്ടായി. അതെ, അവളുടെ ജീവിതത്തിൻ്റെ സിറ്റുവേഷനും കാര്യങ്ങളും അങ്ങനെയായി തീർന്നു. എന്താ ചെയ്യുക? ഡോക്ടറോട് ആ കാര്യങ്ങൾ അവൻ മുമ്പ് സൂചിപ്പിച്ചിരുന്നു. അങ്ങനെ അതാ ഡോക്ടർ അവരെ വിളിക്കുന്നു. തല താഴ്ത്തിക്കൊണ്ട് തട്ടം മുഖത്തേക്ക് കുറച്ച് നീക്കിയിട്ട് ഒരു പെൺകുട്ടി അതാ ഡോക്ടറുടെ മുമ്പിൽ ചെന്നിരുന്നു. ഡോക്ടറിന് അവളുടെ മുഖം കാണാൻ പോലും കഴിഞ്ഞില്ല. എന്ത് പേര്? ഹാദിയ.
ഒരു നിമിഷം ആ ഒരു ശബ്ദം, ആ ഒരു പേര് കേട്ടപ്പോൾ എവിടെയോ എന്തോ കേട്ട പോലെ. ഡോക്ടർ ഒരു നിമിഷം, എന്ത്? ഹാദിയ, ഹാദിയ, നിന്റെ മുഖം ഒന്ന് കാണിക്കാമോ? എന്താ നിന്റെ പ്രശ്നം? ഒന്നുമില്ല. പിന്നെ ഹാദിയ, ചെറിയൊരു കൗൺസിലിംഗ് മാത്രമാണ് ഞാൻ ഹാദിയക്ക് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ജീവിതത്തിലെ പല പ്രതിസന്ധി ഘട്ടങ്ങളും വന്നു ചേരും. അതെല്ലാം നാം അതിജീവിക്കണം. നമ്മളുടെ ജീവിതത്തിൽ എന്തെങ്കിലും പറ്റിയെന്ന് വിചാരിച്ചിട്ട് നമ്മൾ പാടേ അതിലങ്ങ് ഇതായി പോവില്ല. നമുക്ക് അതിനേക്കാൾ നല്ലൊരു ജീവിതം കിട്ടും എന്ന് നമ്മൾ ചിന്തിക്കണം. അല്ലാതെ പഴയ ജീവിതത്തെക്കുറിച്ച് ഹാദിയ ചിന്തിക്കരുത്. ഹാദിയക്ക് എത്ര വയസ്സുണ്ട്? 19. ഓ, അങ്ങനെ. ഹാദിയുടെ ഫേസ് ഒന്ന് കണ്ടിരുന്നെങ്കിൽ എനിക്കൊന്ന് ശരിക്ക് ഹാദിയുടെ സങ്കടം എന്താണെന്ന് എനിക്കൊന്ന് അറിയാൻ എനിക്ക് വേണ്ടിയിട്ടായിരുന്നു. ഹാദിയുടെ മുഖത്തെ തട്ടം അവൾ പതുക്കെ മാറ്റി. ഒരു നിമിഷം. ഹാദിയ, എൻ്റെ മുഖത്തേക്ക് നോക്ക്. എന്നെ ഓർമ്മയുണ്ടോ നിനക്ക്? ഒരു നിമിഷം ഹാദിയ ശരിക്കും ഒന്ന് ഡോക്ടറെ നോക്കി. അതെ, തന്നെ കാണാൻ വന്ന ഡോക്ടർ. പഠിച്ചോനെ, തന്നെ കാണാൻ വന്ന ഡോക്ടർ. അതെ, അദ്ദേഹം നൽകിയ ചോക്ലേറ്റ് വലിച്ചെറിഞ്ഞ ഞാൻ. എങ്കിലും അവർ വിളിച്ചു. അതെ, കുട്ടി എന്തു പറഞ്ഞു എന്ന് പറഞ്ഞിട്ട്. ആ ഡോക്ടറാണ്. ഒരു നിമിഷം ഡോക്ടർ ഞെട്ടിപ്പോയി. ഹാദിയ, നീയായിരുന്നു അല്ലേ മോളെ? മോൾ വിഷമിക്കണ്ട കേട്ടോ. മോളുടെ ജീവിതത്തിൽ അങ്ങനെയൊക്കെ വന്നു എന്ന് അറിഞ്ഞപ്പോൾ ഭയങ്കര സങ്കടമായിട്ട് എനിക്ക്. സാരല്ല ഹാദിയ, ജീവിതം എന്ന് വെച്ചാൽ നമുക്ക് വളരെ വിശാലമാണ്. ജീവിച്ച് തീർക്കണം അല്ലേ? പക്ഷേ ഒരാളെന്തെങ്കിലും ചെയ്തെന്ന് വിചാരിച്ചിട്ട് അവിടെ പേടിച്ച് നിൽക്കുക, അല്ലെങ്കിൽ വേറൊരു വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കാതിരിക്കുക, നമ്മുടെ പഠനം പാതി വഴിയിൽ ഉപേക്ഷിക്കുക, ഫോൺ എടുക്കാതിരിക്കുക, അങ്ങനെയൊന്നും ചെയ്യുന്നതിൽ അർത്ഥമില്ലല്ലോ. ഹാദിയ, നീ വിഷമിക്കണ്ട മോളെ. മോൾക്ക് നല്ലൊരു ജീവിതം ഉണ്ടാകും. മോൾക്ക് ഞാനത് ചോദിക്കാൻ പാടുണ്ടോ അറിയില്ല അവസ്ഥയിൽ. ഇൻഷാ അല്ലാ ഞാൻ പിന്നീട് ചോദിക്കാം. ഹാദിയ, മോൾ നാളെ മുതൽ ക്ലാസ്സിൽ പോകണം കേട്ടോ. നല്ല ഹാപ്പിയായി നല്ല കുട്ടിയായി നിൽക്കണം കേട്ടോ. നല്ല രീതിയിൽ പഠിക്കുന്ന കുട്ടിയൊക്കെ അല്ലേ. പഴയ കാര്യങ്ങൾ, പഴയ ജീവിതങ്ങൾ, അതൊക്കെ മറക്കണം. പുതിയൊരു ജീവിതം നീ കെട്ടിപ്പടുക്കണം. എന്താ എന്നിട്ട് നിന്നെ ഉപദ്രവിച്ചവരുടെ മുൻപിൽ ഒന്ന് കാണിച്ചു കൊടുക്കണ്ടേ നിനക്ക് ജീവിച്ചിട്ട്? ഹാദിയക്ക് അതൊരു വാശിയായി തോന്നി. അതെ, തൻ്റെ പ്രിയപ്പെട്ട ഡോക്ടർ പറഞ്ഞ ആ ഒരു കാര്യം അതവൾക്ക് ശരിക്കും. ഡോക്ടറെ, ഹാദിയ, എന്നെ മറന്നിട്ടുണ്ടോ നീയെ? ഇല്ല ഡോക്ടർ, സോറി, ഞാൻ അറിയാതെ. അതൊന്നും സാരല്ല. പിന്നെ ഹാദിയ, നമ്മൾ ജീവിതം തിരഞ്ഞെടുക്കുമ്പോഴേ നമുക്കനുസരിച്ച് ജീവിതം തിരഞ്ഞെടുക്കണം. അല്ല എങ്കിലിതാ ഇതുപോലെയൊക്കെ ഉണ്ടാവും. ഹാദിയക്ക് ഇഷ്ടമില്ലായിരുന്നോ ഈ ഒരു ജീവിതത്തിനോട്? ഇങ്ങനൊരു സംഭവത്തിനോട് ഇഷ്ടമല്ലായിരുന്നോ? ഡോക്ടറെ, അത് ഇല്ല അല്ലേ? പിന്നെ എന്തിനാ? ഉമ്മയോ ഉപ്പയോ ഒരിക്കലും വിഷമിപ്പിക്കണ്ട എന്ന് കരുതി അവർ കൊണ്ടുവന്ന ആ ബന്ധം അങ്ങനെ അങ്ങ്. ഓ, അങ്ങനെ. ശരി, അപ്പോൾ മാതാപിതാക്കൾ അനുസരിക്കുന്ന മോളാണ് അല്ലേ? അപ്പോൾ പഠിച്ചോ നിന്നെ കൈവിടൂല കേട്ടോ. മോൾക്ക് നല്ലൊരു ഭാവി ജീവിതം ഉണ്ടാവും കേട്ടോ, ഇൻഷാ അല്ലാ. പിന്നെ നാളെ മുതൽ ക്ലാസ്സിൽ പോകണം. നല്ല കുട്ടിയായിരിക്കണം കേട്ടോ. ഞാൻ ഒരു മെഡിസിനും കാര്യങ്ങളും ഒന്നും എഴുതുന്നില്ല. കാരണം എഴുതാൻ പാടില്ല, എഴുതേണ്ട ആവശ്യമില്ല നിനക്ക്. നീ ബുദ്ധിയുള്ള കുട്ടിയാണ്, നീ ക്ഷമയുള്ള കുട്ടിയാണ്. നീ ഒരുപാട് ക്ഷമിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാൻ കഴിഞ്ഞു. ക്ഷമ ഉണ്ടല്ലേ, അതുകൊണ്ട് നീ ജീവിതത്തിൽ വിജയിക്കും. ക്ഷമിച്ചതുകൊണ്ട് നിനക്ക് നല്ലൊരു ജീവിതം കിട്ടാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഹാദിയ, നീ മനസ്സിൽ ആഗ്രഹിച്ച ജീവിതം കിട്ടുമ്പോൾ എന്നെ വിളിക്കണം കേട്ടോ കല്യാണത്തിന്. ഡോക്ടറുടെ ആ ഒരു വാക്ക് കേട്ട് ശരിക്കും ഹാദിയയുടെ മനസ്സിൽ എന്തൊക്കെയോ ചിന്തകൾ ഉണർന്നു. അതെ, അവൾ പഴയ ജീവിതത്തിലേക്ക് അതാ വന്നതുപോലെ, അവളുടെ പഴയ ഉഷാർ അവൾക്ക് തിരിച്ചു കിട്ടുന്ന പോലെ. ഹാദി, എന്താ വിളിക്കൂലേ? നിന്റെ മനസ്സിലെ ആഗ്രഹം അത് നടക്കട്ടെ അല്ലേ? ഒന്ന് കണ്ണടിച്ച് കിടന്നേ.
അങ്ങനെ അതാ അവൾ കണ്ണടച്ച് കിടന്നു. നിനക്ക് ഇഷ്ടപ്പെട്ട ഒരാളുടെ മുഖം നിന്റെ മനസ്സിലേക്ക് കടന്നു വരുന്നുണ്ടോ ഇപ്പോൾ? നിനക്ക് തോന്നുകയാണ് അദ്ദേഹത്തിൻ്റെ കൂടെ ജീവിച്ചാൽ സമാധാനപൂർണമായ ജീവിതം ഉണ്ടാകും എന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? കണ്ണടിച്ച് ആലോചിച്ചിട്ട് പറഞ്ഞേ. എന്താ എന്താ നീ കാണുന്നത്? എന്താ നീ കാണുന്നത് ഹാദിയ? പറയൂ, കണ്ണ് തുറക്കാതെ പറഞ്ഞേക്കും. അതെ, മനോഹരമായ വെള്ള വസ്ത്രം ധരിച്ചുകൊണ്ട് അതാ ഉസ്താദ് എൻ്റെ മുമ്പിലേക്ക് കടന്നു വരുന്നു. മാഷാ അല്ലാഹ്, മബ്രൂക്ക്. കണ്ണു തുറന്നോളൂ. ഓക്കെ ഓക്കെ, ഏകദേശം കാര്യങ്ങളെല്ലാം പിടികിട്ടിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ മനസ്സ് വിചാരിച്ചതുപോലെ തന്നെ നിൻ്റെ മനസ്സിൽ ഒരു ഉസ്താദാണ് അല്ലേ? അതാരാണ് ഹാദി ആ ഉസ്താദ്? എൻ്റെ ഉസ്താദ്. എൻ്റെ ഉസ്താദ്. ഓക്കെ ഓക്കെ, മാഷാ അല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് ഖൈറായൊരു ജീവിതം പ്രദാനം ചെയ്യട്ടെ. പിന്നെ പഴയതിനെ കുറിച്ചൊന്നും ചിന്തിക്കണ്ട കേട്ടോ. അതങ്ങനെ അങ്ങ് കഴിഞ്ഞു പോകും, അതങ്ങനെ അങ്ങ് പോട്ടെ. അതിൻ്റെ ഡൈവേഴ്സിൻ്റെ കാര്യമൊക്കെ പെട്ടെന്ന് സെറ്റാക്കാൻ നോക്കിക്കോ മോളെ. കാരണം ഇനിയും അവൻ നിന്നെ തേടി വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് പെട്ടെന്ന് ഡൈവേഴ്സിൻ്റെ കാര്യമൊക്കെ റെഡിയാക്കാൻ ഞാൻ നിങ്ങളുടെ പാരൻസിനോട് പറയാം. അതെ സഫീർ, ഇവിടെ ഒരു സഫീറിനെ അപ്പോഴേക്കും ഒരാൾ വിളിച്ചു. ഡോക്ടറെ എന്തായി? ആൾ ഓക്കെയാണ് കേട്ടോ. ആളുടെ മനസ്സിനുള്ളത്തെ വിഷമങ്ങളൊക്കെ ഞാൻ കളഞ്ഞിട്ടുണ്ട്. ഇനി ആൾ ഓക്കെ ആയിരിക്കും. ഓക്കെ. പിന്നെ സഫീറെ, നമുക്കൊരു കല്യാണം നടത്തി കൊടുക്കണ്ടേ ഹാദിയക്ക്? അത് ഡോക്ടറെ, അത് എങ്ങനെയാണ്? ഹലോ, അതെ അതെ, ഉണ്ട്. ഓക്കെ ഓക്കെ, ശരി. അതെ അതെ, ഓക്കെയാണ്. അല്ല ഡോക്ടറെ, എന്താണ് നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയുക? ഹാദിയക്ക് നല്ലൊരു ജീവിതം നമുക്ക് കൊടുക്കാൻ കഴിയണം. അവൾ ഇതുവരെ ബുദ്ധിമുട്ടായി അനുഭവിച്ച ജീവിതത്തിന് പകരമായിട്ട് സുന്ദരമായൊരു ജീവിതം, അതെ അവൾ ആഗ്രഹിച്ചൊരു ജീവിതം നമുക്ക് കൊടുക്കണം എൻ്റെ സഫീർ. ഡോക്ടറെ, എൻ്റെ ഭാഗത്തുനിന്ന് എല്ലാ സപ്പോർട്ടും ഉണ്ടായിരിക്കും ഇൻഷാ അല്ലാഹ്. ഹാദിയയുടെ മുഖം തെളിഞ്ഞു. അതെ, അവളുടെ കണ്ണുകൾ വിടർന്നു. അവളുടെ സ്നേഹവും കരുതലുമെല്ലാം അവൾക്ക് ഉണ്ടായതുപോലെ അവളുടെ മനസ്സിന് വല്ലാത്ത ആശ്വാസം കിട്ടിയ പോലെ. ഡോക്ടറെ, എന്നാൽ ശരി കേട്ടോ, അസ്സലാമു അലൈക്കും. സന്തോഷം കൊണ്ട് അവൾ ഡോക്ടർക്ക് സലാം ചൊല്ലി. ഹാദിയയുടെ ജീവിതത്തിൻ്റെ പുതിയ നിമിഷങ്ങളിലേക്ക് അവൾ കടക്കുകയാണ്. അവൾ ആഗ്രഹിച്ചൊരു ജീവിതം അവൾക്ക് കിട്ടണം. അതിനുവേണ്ടി ഡോക്ടറും നമ്മുടെ സഫീറും കൈകോർക്കും ഇൻഷാ അല്ലാഹ്. ഇതിൻ്റെ അടുത്ത ഭാഗം നമുക്ക് നാളെ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.